1980-ൽ റിച്ചാർഡ് എന്ന കറുത്ത വർഗക്കാരനായ ഒരാൾ തൻ്റെ ഒരു വർഷത്തെ കഠിന പ്രയത്നഫലത്തേക്കാൾ കൂടുതലായ തുക, ഇന്ന് അതിന് ഏകദേശം 33 ലക്ഷം രൂപ വിലമതിക്കും, ഒരു റൊമാനിയക്കാരി ടെന്നീസ് ടൂർണമെന്റിൽ വിജയിച്ച് സമ്മാനം നേടുന്നത് ടെലിവിഷനിൽ കണ്ട് ഞെട്ടിത്തരിച്ചിരുന്നു. തൻ്റെ പെൺമക്കളും ടെന്നീസ് കളിച്ചിരിക്കുമെന്ന് അദ്ദേഹം മനസ്സിൽ തീരുമാനമെടുത്തു. കറുത്ത വർഗക്കാരുടെ ആക്രമണത്തിന് പേരുകേട്ട കുപ്രസിദ്ധ പ്രദേശമായ കാലിഫോർണിയയിലെ കോംപ്ടണിൽ ജനിച്ച തൻ്റെ 2 പെൺമക്കൾക്ക് അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള പദ്ധതിയെക്കുറിച്ച്, അവരെ പരിശീലിപ്പിക്കാൻ പണമില്ലാതിരുന്നിട്ടും വിലയേറിയ കായിക വിനോദമായ ടെന്നീസിനെ കുറിച്ച് യാതൊന്നും അറിയാതിരുന്ന അദ്ദേഹം 78 പേജുള്ള ഒരു രേഖ എഴുതി. അടുത്ത 5 വർഷത്തിനുള്ളിൽ ടെന്നീസുമായി ബന്ധപ്പെട്ട മാഗസീനുകളും വീഡിയോ കാസറ്റുകളും അദ്ദേഹം ശേഖരിക്കുകയും ടെന്നീസ് കളിക്കാൻ സ്വയം പഠിക്കുകയും ചെയ്തു. 5 വർഷത്തിനു ശേഷം റിച്ചാർഡിന്റെ പ്ലാൻ അനുസരിച്ച് 2 പെൺമക്കളുടെ കയ്യിൽ ടെന്നീസ് റാക്കറ്റുകളും പഴയ മാസികകളും വീഡിയോകളും താൻ പഠിച്ച കാര്യങ്ങളും ഉണ്ടായിരുന്നു. കൊച്ചു പെൺകുട്ടികളുടെ പിതാവും പരിശീലകനുമായി അദ്ദേഹം അവരെ ടെന്നീസ് കളി പഠിപ്പിക്കുവാൻ തുടങ്ങി. ടെന്നീസ് പഠിക്കാനുള്ള പണം താങ്ങാനാവാതെ റിച്ചാർഡ് പ്രാദേശിക കൺട്രി ക്ലബ്ബുകളിൽ പോയി ബിന്നുകളിൽ ഉപയോഗിച്ച ടെന്നീസ് ബോളുകൾ ശേഖരിച്ച് പെൺമക്കൾക്ക് പൊതു ടെന്നീസ് കോർട്ടുകളിൽ പരിശീലനം നൽകിയിരുന്നു. ടെന്നീസ് പരിശീലനത്തിനിടെ പെൺമക്കളെ പീഡനത്തിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ശാരീരികമായി ശക്തനായിരുന്നിട്ടും റിച്ചാർഡ് പ്രാദേശിക ഗുണ്ടാ സംഘങ്ങളുടെ മർദ്ദനങ്ങൾ പലപ്പോഴും ഏറ്റുകരഞ്ഞിരുന്നു. ഒരിക്കൽ തൻ്റെ പെൺമക്കളോടൊപ്പം പ്രാക്ടീസ് കോർട്ടിൽ നിന്ന് പുറത്തു പോകാൻ വിസമ്മതിച്ചപ്പോൾ അവർ അയാളുടെ മൂക്കും താടിയെല്ലും വിരലുകളും തകർക്കുകയും പല്ലുകൾ പറിച്ചെടുക്കുകയും ചെയ്ത ദിവസം റിച്ചാർഡ് തൻ്റെ ഡയറിയിൽ എഴുതി: ഇന്ന് കഴിഞ്ഞാൽ ചരിത്രം പല്ലില്ലാത്ത മനുഷ്യനെ ധീരതയുടെ സ്മാരകമായി ഓർക്കും. അക്കാലത്ത് ടെന്നീസ് പ്രധാനമായും വെള്ളക്കാരുടെ കായിക വിനോദമായിരുന്നതിനാൽ റിച്ചാർഡും പെൺമക്കളും ജൂനിയർ ടൂർണമെന്റുകൾക്കായി വിവിധ ടെന്നീസ് കോർട്ടുകളിലേക്ക് പോകുമ്പോൾ ആളുകൾ കറുത്ത കുടുംബത്തെ തുറിച്ചു നോക്കുകയും അപമാനിക്കുകയും ചെയ്യുമായിരുന്നു. ഒരിക്കൽ പെൺകുട്ടികൾ ചോദിച്ചു: അച്ഛാ, എന്തിനാണ് ആളുകൾ ഞങ്ങളെ ഇത്ര മോശമായി തുറിച്ചു നോക്കുന്നത്? അതിന് അദ്ദേഹം മറുപടി പറഞ്ഞു: കാരണം ഇത്രയും സുന്ദരികളെ അവർ മുമ്പ് കണ്ടിട്ടുണ്ടാകില്ല. 2000 ആണ്ടിന്റെ മധ്യത്തിൽ ഉയരവും മെലിഞ്ഞതുമായ ഒരു കറുത്ത പെൺകുട്ടി അവളുടെ ജന്മദേശമായ ഗെട്ടോയിൽ നിന്നും ആയിരക്കണക്കിന് മൈലുകൾ അകലെ ലണ്ടനിലെ പുൽത്തകിടിയിൽ ടെന്നീസ് കളിക്കാൻ യാത്ര പുറപ്പെട്ടു. അവളുടെ വിംബിൾട്ടൺ ടൂർണമെന്റ് മത്സരങ്ങളിൽ ഓരോ ബോൾ അടിക്കുമ്പോഴും ബോൾ വേദന കൊണ്ട് കരയുന്നത് പോലെ ആരും ഇന്നേ വരെ കേൾക്കാത്ത ഉച്ചത്തിലുള്ള ഷോട്ടുകൾ കളിച്ചിരുന്നു. അത്രയും ശക്തമായ സെർവുകളും വേഗമേറിയ ഫുട് വർക്കുകളുമുള്ള ഒരു ടെന്നീസ് കളിക്കാരിയെ അന്നേ വരെ ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു ഘട്ടത്തിൽ ഉറക്കെ നിലവിളിച്ച് വിജയം നേടാൻ പ്രോത്സാഹിപ്പിക്കുന്ന സ്റ്റാൻഡിൽ നിൽക്കുന്ന അച്ഛനെ അവൾ നോക്കി. റിച്ചാർഡ് അപ്പോഴും തൻ്റെ പെൺമക്കളോട് പറഞ്ഞത് അവൾക്ക് ഓർമ്മ വന്നു: ഒരു ദിവസം ഞങ്ങൾ വിംബിൾട്ടൺ നേടും. അത് ഞങ്ങൾക്ക് വേണ്ടിയല്ല, അത് അമേരിക്കയിലെ നിസ്സഹായരും പാവപ്പെട്ടവരുമായ ആളുകൾക്ക് വേണ്ടിയാകും. എതിരാളിയുടെ പന്ത് വലയിൽ പതിച്ചപ്പോൾ തൻ്റെ മകൾ വീനസ് വില്യംസ് തൻ്റെ 7 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളിൽ ആദ്യത്തേത് നേടുന്നത് കണ്ട് കണ്ണുനീർ നിറഞ്ഞ റിച്ചാർഡ് വന്യമായി നൃത്തം ചെയ്യുന്നത് ക്യാമറകൾ പിടികൂടിയിരുന്നു. അപ്പോഴേക്കും റിച്ചാർഡിന്റെ 20 വർഷം നീണ്ട സമര പദ്ധതി ചരിത്രത്തിലെ ഒരു നിർണായക ഘട്ടത്തിൽ എത്തിയിരുന്നു. തുടർന്നുള്ള വർഷങ്ങളിൽ റിച്ചാർഡിന്റെ ഇളയ മകൾ സെറീന 23 പ്രധാന ടൂർണമെന്റുകളിൽ വിജയിക്കുകയും എക്കാലത്തെയും മികച്ച ടെന്നീസ് കളിക്കാരിൽ ഒരാളാവുകയും ചെയ്തു. ടെന്നീസ് കോർട്ടിലെ അവരുടെ എല്ലാ വിജയങ്ങൾക്കും ശേഷവും ശരീരപ്രകൃതിയുടെ പേരിൽ വില്യംസ് ബ്രദേഴ്സ് എന്ന വിളിപ്പേര് ലഭിച്ചത് മുതൽ സെറീനയുടെ മകളെ ചോക്ലേറ്റ് മിൽക്ക് എന്ന് വിളിക്കുന്ന മാധ്യമങ്ങളിലെ കമന്റുകൾ വരെ വീനസും സെറീനയും കോർട്ടിന് പുറത്ത് സഹിക്കേണ്ടി വന്നു. അപ്പോഴെല്ലാം റിച്ചാർഡ് പറഞ്ഞു കൊടുത്തത് പ്രതികാരം ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം ടെന്നീസ് കോർട്ടിനുള്ളിൽ റാക്കറ്റ് ഉപയോഗിച്ച് ഉത്തരം നൽകുക എന്നതാണ്. 2 സഹോദരിമാരുടെയും വ്യക്തിത്വങ്ങൾ വംശീയതയ്ക്കും മതഭ്രാന്തിനും എതിരെ നിലകൊള്ളാൻ അവരെ ഏറെ സഹായിച്ചു. റിച്ചാർഡ് എന്ന കറുത്ത വർഗക്കാരനായ പിതാവിന്റെ സ്വപ്നം
വീനസ്, സെറീന എന്ന സഹോദരിമാരുടെ പ്രചോദനാത്മകമായ പോരാട്ടം ലോകമെമ്പാടുമുള്ള കറുത്ത വർഗക്കാരെയും കായിക താരങ്ങളെയും ഒരുപാട് പ്രചോദിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് സത്യം. 2021 കിങ് റിച്ചാർഡ് എന്ന പേരിൽ സാക് ബലിൻ എഴുതി റെയ്നാൾഡോ മർക്കസ് ഗ്രീൻ സംവിധാനം ചെയ്ത് സാക്ഷാൽ വിൽ സ്മിത്ത് നായകനായ ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയ സിനിമ. റിച്ചാർഡ് എന്ന വീരശൂര പരാക്രമിയുടെ പോരാട്ടത്തിൻ്റെ കഥയാണ്.